ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ഗണപതി നാരങ്ങ കൊണ്ട് നല്ലൊരു കറി വെക്കാം. ഇത് കണ്ണൂർ ജില്ലയിലെ സദ്യയ്ക്ക് സ്പെഷ്യൽ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ, ഗണപതി നാരങ്ങ കറി. അച്ചാറൊന്നും വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, വൈറ്റമിൻ സിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഇത് കണ്ടോ എന്തൊരു ഭംഗിയാണ് ഇതിന്. ഗണപതി ഭഗവാനെയാണ് നമ്മളിവിടെ ഓർക്കുന്നത്. അതായത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ, ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് പോകുമ്പോൾ ഭഗവാന്റെ മുന്നിൽ ഒരുപാട് ഗണപതി നാരങ്ങകൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാണാം. പക്ഷേ ഇത് ഭഗവാന് കൊടുക്കുന്നത് നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ഗണപതി നാരങ്ങകളും ഉണ്ട്. ചിലത് വലിയ ഒരു 3, 4, 5 കിലോ വരെ വരും. പക്ഷെ ചില ഗണപതി നാരങ്ങ വളരെ ചെറുതാണ്. പക്ഷേ ഇത് നല്ല പഴുത്ത ഗണപതി നാരങ്ങ, നല്ല നോക്കിക്കുക, നല്ല പഴുത്ത കളറായിരിക്കും. ഈ പഴുത്ത ഗണപതി നാരങ്ങ കൊണ്ടാണ് അച്ചാറിടുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇതിൻ്റെ തോലൊക്കെ നല്ല മധുരമാണ് ഉള്ളത്. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഈ ഗണപതി നാരങ്ങ നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് നോക്കൂ, നല്ല മുറിച്ച് കണ്ടോ, നല്ല ഇതാണ്. ഇതിൻ്റെ പുളിഭാഗം എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ തോൽഭാഗമാണ് ഏറ്റവും കൂടുതൽ. ഇത് നല്ല പഴുത്തതായതുകൊണ്ട് ഇതിൻ്റെ തോലൊന്നും പ്രത്യേകിച്ച് കളയേണ്ട ഒരാവശ്യവുമില്ല. ഇത് നല്ലോണം നല്ല വൃത്തിയായിട്ട്, ഇതിൻ്റെ കുരു കൂട്ടാൻ പാടില്ല കേട്ടോ. കുരു കൂട്ടിയിട്ടുണ്ടെങ്കിൽ കയ്പുണ്ടാവും. അതുകൊണ്ട് പരമാവധി കുരുവൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുരു ഒഴിവാക്കുക തന്നെ നല്ലതാണ്. കാരണം കുരു എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോല് ചെത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഹോമത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹോമത്തിന് നമുക്ക് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ കിട്ടുമ്പോൾ ഈ രൂപത്തിലല്ലേ നമുക്ക് കിട്ടുന്നത്. നോക്കൂ, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് വെറുതെ വീട്ടിലെടുത്ത് തിന്നാൻ, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തിന്നുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ. അച്ചാറിടുന്നതിനേക്കാളൊക്കെ ഇങ്ങനെ ഇതങ്ങ് എടുത്ത് തിന്ന് നോക്കൂ. ഇതിൻ്റെ പുളിഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുമാത്രമല്ല, ഞാനിത് കണ്ടോ, ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് അതിൻ്റെ കുരു പരമാവധി കളഞ്ഞ് ഉണ്ടോ ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുരുക്കളൊക്കെ അങ്ങ് ഒഴിവാക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് കടകളിൽ നിന്ന് പോലും ഒന്നും കിട്ടില്ല. കാരണം ഇതിൻ്റെ കൊമ്പൊക്കെ ഒടിച്ച് വീട്ടിലൊക്കെ വെക്കുവാണെങ്കിലും, അതുമാത്രമല്ല ഇത് ഗണപതി ഭഗവാന് ഈ ഒരു നാരങ്ങ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുമെന്ന് പറയുന്നു. ഇത് നല്ലോണം കഷ്ണങ്ങളാക്കിയിട്ട് കുരുകൾ വീണിട്ടുണ്ട്, അതങ്ങ് എടുത്തും കളഞ്ഞാൽ മതി. ഓക്കെ, ഇത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഒന്ന് കുറച്ച് നമുക്ക് കറി വെച്ച് നോക്കാൻ പറ്റും. അച്ചാറെന്ന് വേണമെങ്കിലും പറയാം. ഞാൻ വെളിച്ചെണ്ണയാണ് കുറച്ച് ഇവിടെ കറി വെക്കുന്നുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉലുവയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാ ഉലുവ ഇടുന്നുണ്ട്. അപ്പം ഉലുവ ഇട്ടതിന് ശേഷം ഉലുവ പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അച്ചാറിന് വേണമെങ്കിൽ പെട്ടെന്നുള്ള അച്ചാറായതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം ഇതാ വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നല്ല കഷ്ണങ്ങൾ ചെറുതാക്കി അരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ഇടുന്നുണ്ട്. നന്നായിട്ട് വയറ്റി വരുമോ, ബ്രൗൺ കളർ ആവട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ അച്ചാർ. നമുക്ക് അങ്ങനെ ഒരു സീസണിൽ മാത്രമാണല്ലോ ഗണപതി നാരങ്ങ ഉണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരുപാട് ഗണപതി നാരങ്ങ കിട്ടുന്ന ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം വെക്കാം. അതുപോലെ നല്ല കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉള്ളത് കൊണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം, ഒരു ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇതാ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയെല്ലാം ഇടുകയാണ് ചെയ്യുന്നത്. ഇനി അത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. നന്നായിട്ടൊന്ന് അത് വെന്തോട്ടെ. കുറച്ചും കൂടെ വെള്ളം സമമായിട്ട് ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് നേരം അങ്ങോട്ട് വെന്തോട്ടെ. വേണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ടത്. ഉപ്പ് ഈ ഒരു ടൈമിൽ ഇട്ടാൽ മതി, ആദ്യമേ ഉപ്പിടണ്ട. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കയ്പ്പൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും ചേർത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വരുന്നുണ്ട്, കണ്ടില്ലേ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി. അതിനുശേഷം എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ഇനി കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി അവസാനം ഇട്ടാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ കണ്ട നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇത് ഇപ്പം തന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നല്ലൊരു മധുരവും പുളിയും കയ്പും ഒക്കെ കൂടിയുള്ള ഒരു ടേസ്റ്റായിരിക്കും ഇത്. കല്യാണത്തിന് സദ്യക്കൊക്കെ നല്ലൊരു സ്പെഷ്യൽ ഐറ്റംസ് കൂടിയാണ് ഇത്. അപ്പം ഇങ്ങനെയുള്ള ഗണപതി നാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുമാത്രമല്ല ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. നല്ലതാണ് കേട്ടോ. പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ഇതിൽ വിനാഗിരി ചേർത്തോളൂ. കുറേ ദിവസമൊക്കെ വെക്കണമെങ്കിൽ മാത്രം വിനാഗിരി ചേർത്താൽ മതി. ഇത് ഇപ്പം ഇട്ട് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.